ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആചാര സംരക്ഷണ കൂട്ടായ്മ, അതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രാതിനിധ്യം കാണുന്നുണ്ട്? ആരൊക്കെയാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്? ലക്ഷ്മി, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തൃശ്ശൂരിൽ വലിയൊരു രാഷ്ട്രീയ സഖ്യമായി തന്നെ ഇത് തൃശ്ശൂർ വിഷയം മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു എന്നും നമുക്കറിയാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളാണ് ഇത്തരത്തിലൊരു ആചാര സംരക്ഷണ കൂട്ടായ്മയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നടക്കുന്ന യോഗം അല്പസമയങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ 1000-ലേറെ ദേവസ്വങ്ങളുടെ പ്രതിനിധികളും വിവിധ മത സംഘടനകളിൽപ്പെട്ട നേതാക്കളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. വേദിയിൽ നമുക്ക് ദൃശ്യമായിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു വേദിയാണ്, അല്ലെങ്കിൽ നേതാക്കളുടെ അടക്കമുള്ള ഒരു പങ്കാളിത്തമാണ്. BJP, CPM, കോൺഗ്രസ്, അതുപോലെ തന്നെ ചെറുകിട പാർട്ടികൾ അടക്കമുള്ള നിരവധി പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിന് മുന്നോടിയായിട്ടുള്ള ആമുഖ പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി K. ഗിരീഷ് കുമാറാണ് ഇത്തരത്തിൽ ആമുഖ പ്രസംഗം നടത്തി എന്തുകൊണ്ടാണ് ഈ യോഗം നടത്തുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു യോഗത്തിന്റെ ആവശ്യകത എന്നുള്ള കാര്യം വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. വേദിയിൽ പരിശോധിച്ചാൽ തൃശ്ശൂരിലെ മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാറുണ്ട്, മുൻ MLA ആയിട്ടുള്ള അനിൽ അക്കരയുണ്ട്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള KK അനീഷ് കുമാർ, BJP സംസ്ഥാന സമിതി അംഗം ചലച്ചിത്ര താരവുമായ ദേവൻ, DCCയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസ് വള്ളൂർ തുടങ്ങിയവരും വ്യവസായ പ്രമുഖരായിട്ടുള്ള കല്യാൺ സ്വാമി അടക്കമുള്ള ആളുകളും ഇവിടെയുണ്ട്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണനുണ്ട്, CPMന്റെ നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള PK ഷാജനുണ്ട്, തൃശൂർ മേയറായിട്ടുള്ള MK വർഗീസ് ഉണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടും തൃശ്ശൂരിന്റെ MLA P. ബാലചന്ദ്രനുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഈ വേദി സംതൃപ്തമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ വേദിക്കൊപ്പം തന്നെ ഈ സദസ്സിലും നിരവധി ആളുകളാണ്, നിരവധിയായിട്ടുള്ള ദേവസ്വങ്ങളുടെ ഭാരവാഹികളാണ്, അല്ലെങ്കിൽ വിവിധ മത വ്യത്യാസമില്ലാതെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും അതോടൊപ്പം തന്നെ വിവിധ നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകളുടെയും അടക്കം പങ്കാളിത്തം കൊണ്ടും ഈ ശ്രദ്ധേയമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് രാഷ്ട്രീയ വിഷയമാണിത്. സംസ്ഥാനത്തെമ്പാടും ഉള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു വിഷയം കൂടിയാണ് ഈ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത്തരത്തിൽ പൂരങ്ങളും ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും വിവിധ മതങ്ങളുടെ അനുഷ്ഠാനപരമായിട്ടുള്ള ആഘോഷങ്ങളടക്കം പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതി പെസോ മാർഗനിർദ്ദേശങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് എന്നുള്ളത്. നിയമനിർമ്മാണം അടക്കമാണ് ആവശ്യപ്പെടുന്നത് എന്നറിയാം. ഞാൻ വേദിയിൽ VS സുനിൽകുമാറിനെ കാണുന്നുണ്ട്, CPI പ്രതിനിധിയായി അദ്ദേഹമുണ്ട്. CPMന്റെ പ്രതിനിധികളുണ്ടോ? ഇങ്ങനെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ അവിടെയുണ്ടോ? തീർച്ചയായും എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. CPMന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള MK കണ്ണനുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും LDF കൺവീനറുമായിട്ടുള്ള ഗുരുവായൂർ മുൻ MLA KV അബ്ദുൾ ഖാദറുണ്ട്, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭയിലെ തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറുമായിട്ടുള്ള PK ഷാജൻ. അങ്ങനെ CPMന്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ, BJPയുടെ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, BJPയുടെ സംസ്ഥാന സമിതി അംഗവും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ചലച്ചിത്ര താരം ദേവൻ, കോൺഗ്രസിന്റെ KPCC അംഗവും മുൻ DCC പ്രസിഡന്റുമായിട്ടുള്ള ജോസ് വള്ളൂർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുൻ MLA ആയിട്ടുള്ള ഈ നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയ വ്യത്യാസമല്ലാത്ത വലിയ പിന്തുണ തന്നെ ഈ പരിപാടിയിൽ, ഈ യോഗത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറെ സങ്കീർണമായ ഒരു പ്രശ്നമായി രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നോക്കിക്കാണുന്നതാണ്. പക്ഷേ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ടുണ്ടായിട്ടുള്ള എതിർപ്പിലും അതോടൊപ്പം തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള വിയോജിപ്പുകളിലുമൊക്കെ ഈ രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഏക അഭിപ്രായം ഉണ്ടാവുകയും ഏക പിന്തുണയുണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്ത് പറയേണ്ട കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉറപ്പിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ നിലവിൽ തൃശ്ശൂരിലെ MLA ആയ CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ P. ബാലചന്ദ്രൻ MLA ഉണ്ട്, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള
VS സുനിൽകുമാറുണ്ട്. അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പങ്കാളിത്തം കൊണ്ടും ഈ യോഗം ശ്രദ്ധേയമാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ശരി. വിവിധ ദേവസ്വങ്ങളെ പ്രതിനിധീകരിച്ചും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും യോഗം പുരോഗമിക്കുകയാണ്. നിർണായകമായ ദേവസ്വങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആചാര സംരക്ഷണ കൂട്ടായ്മയിൽ തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പരിച്ഛേദം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് തൃശ്ശൂർ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂരിൽ ഈ വിഷയം വലിയ തോതിൽ തീപിടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് വിഷയങ്ങളിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണം എന്നതാണ് ദേവസ്വങ്ങളുടെ ആവശ്യം. ഇത് തന്നെയാകും ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആരും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. എല്ലാവരും ഒന്നടങ്കം പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന് തീർച്ചയായും ഇതിൽ ശ്രദ്ധ വച്ചേ മതിയാകൂ. ആ തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.